നമസ്കാരം. ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനെ മുച്ചൂടും മൂടിക്കും. മിസൈൽ വിപ്ലവം നടത്താൻ ഇന്ത്യ. പ്രകൃതി രമണീയമായ ബൈസരൻ താഴ്വരയിൽ കാശ്മീരിൻ്റെ ശാന്തതയെ കശക്കിയെറിഞ്ഞ പാകിസ്ഥാൻ ഭീകരരെ മുടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ഭീകരതയ്ക്കൊത്താശ ചെയ്യുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ പകയുടെ ചൂട് ഇതിനോടകം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രതികരണം ക്ഷണനേരം കൊണ്ടായിരുന്നു. തീവ്രവാദികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ വീടുകൾ തകർത്തെറിഞ്ഞു. ഒളിത്താവളങ്ങൾ സുരക്ഷാസേന ആക്രമിച്ചു. തീവ്രവാദികളെ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന സിവിലിയന്മാരുടെ അല്ലെങ്കിൽ അവരുൾപ്പെടെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം പുരോഗമിച്ചു. കൂടാതെ പ്രവർത്തന സുരക്ഷയും പൊതുക്രമവും സംരക്ഷിക്കുന്നതിനായിട്ട് സൈനിക നടപടികളുടെ തത്സമയ സംപ്രേഷണം അടക്കം നിർത്തിവെക്കാൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അടക്കം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എപ്പോൾ വേണോ എന്ത് വേണമോ സംഭവിക്കാം. എന്നാൽ കാശ്മീരിൻ്റെ നിലവിലെ ദുരിതം അത് വലുതും ഗുരുതരവുമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ തുടക്കം മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭീകര ശൃംഖലകൾക്ക് അഭയം നൽകുകയും പ്രാപ്തമാക്കുകയും ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ വ്യക്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ പുറത്താക്കിയും അതിർത്തികൾ അടച്ചും ജലവിഭജന കരാറുകൾ താൽക്കാലികമായി നിർത്തിവെച്ചും രണ്ട് ആണവായുധ അയൽക്കാർ രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം വേഗത്തിൽ തകർക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയൻറ്റിസ്റ്റ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ന്യൂക്ലിയർ ഫോഴ്സ് റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കിപ്പോൾ ഏകദേശം 180 ആണവ വാർഹൈഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാനെ കണക്കാക്കിയ 170 എണ്ണത്തെ രാജ്യം മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനെതിരെ സൈനികപരമായിട്ടും നയതന്ത്രപരമായിട്ടുമൊക്കെ മുന്നണി മിനുക്കുന്ന ഇന്ത്യയോട് തങ്ങൾ ആണവ രാഷ്ട്രമാണ് എന്ന കാര്യം മറക്കരുതെന്നായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുഴക്കിയ ഭീഷണി എന്ന് പറയപ്പെടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമാക്കുകയാകും എന്നായിരുന്നല്ലോ അവരുടെ മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ വാക്കുകളിലൂടെ മാത്രം പ്രതിരോധം തീർക്കുന്ന തങ്ങളുടെ രാജ്യത്തെ ആണവ പോർമുനകളുടെ എണ്ണത്തെ ഇന്ത്യ മറികടന്ന കാര്യം പാകിസ്ഥാൻ ഒരുപക്ഷെ അറിഞ്ഞു കാണാനിടയില്ല. 1974 ഇന്ത്യയുടെ ആണവ പരീക്ഷണം ആരംഭിക്കുന്നത്. ആദ്യ ആണവ പരീക്ഷണം നടത്തിയതോടെ ആണവശേഷി തെളിയിച്ച ലോകത്തിലെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ ഉയർന്നു വന്നു. ഏകദേശം 1/4 നൂറ്റാണ്ടിനു ശേഷം ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ 1998 സ്വന്തം പരീക്ഷണങ്ങൾ നടത്തി ഇരു രാജ്യങ്ങളെയും സൂക്ഷ്മവും അസ്ഥിരവുമായിട്ടുള്ള ആണവ മത്സരത്തിലേക്ക് ഇത് തള്ളിവിട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലായിട്ട് ഇന്ത്യയുടെ മികച്ച പരമ്പരാഗത ശക്തികളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്ത തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു ചെറിയ സംഖ്യാ മുൻതൂക്കം നിലനിർത്തിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്, അത് പറയാതിരിക്കുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ ആണവ ആധുനികവൽക്കരണ നീക്കം, പ്രത്യേകിച്ച് 2025 ആദ്യം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് ഘടിപ്പിച്ച അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിജയകരമായിട്ടുള്ള പരീക്ഷണം അത് രാജ്യത്തിൻ്റെ ആണവ വ്യാപ്തിയും വഴക്കവും ശരവേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരൊറ്റ മിസൈലിന് ഒന്നിലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കുവാനുള്ള ശേഷിയുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത്. ആക്രമണശേഷിയിലെ ഈ പ്രധാന കുതിച്ചുചാട്ടം പാകിസ്ഥാൻ്റെ മാത്രമല്ല ചൈനയുടെയും തന്ത്രപരമായ കണക്കുകൂട്ടലുകളെ സങ്കീർണമാക്കുന്നതാണ് എന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ MIRV കഴിവുകൾ വികസിപ്പിക്കുവാനുള്ള ഒരു മത്സരത്തിലാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരിക്കുകയാണ്. 2025-26 ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് എന്ന് പറയപ്പെടുന്നത് ഏകദേശം $79 ബില്യൺ വർദ്ധിപ്പിച്ചു. മുൻ വർഷത്തേക്കാൾ ഏകദേശം 10% വർധനവാണിത്. നേരെ മറിച്ച് പാകിസ്ഥാൻ്റെ ബജറ്റ് ഏകദേശം $8 ബില്യൺ താഴെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനേക്കാൾ 10 ഇരട്ടി കൂടുതൽ സൈന്യത്തിനായിട്ട് ചെലവഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഈ സാമ്പത്തിക ശക്തി നേരിട്ട് ഹാർഡ്വെയറിലേക്കും ഒപ്പം തന്നെ കഴിവുകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. റഫേൽ യുദ്ധവിമാനങ്ങൾ, റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ വിപുലമായിട്ടുള്ള ആധുനികവൽക്കരണം എന്നിവയിലൂടെ ഇന്ത്യ തങ്ങളുടെ ആയുധ ശേഖരം എന്ന് പറയപ്പെടുന്നത് വികസിപ്പിച്ചിരിക്കുന്നു. അതേസമയം വലിയൊരു സൈന്യത്തിൻ്റെയും വിശ്വസനീയമായ ആണവ പ്രതിരോധത്തിൻ്റെയും ഒക്കെ ഭാരം പേർന്ന പാകിസ്ഥാൻ പരിമിതമായ വിഭവങ്ങൾ കൂടുതൽ ദുർബലമാക്കിക്കൊണ്ട്
ആധുനികവൽക്കരണമെന്ന ആവശ്യങ്ങളെ തിരഞ്ഞെടുക്കുവാൻ കൂടുതൽ നിർബന്ധിതരാകുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന മേധാവിത്വവും ആണവശേഷികളും പ്രാദേശിക ആധികാര സന്തുലിതാവസ്ഥയെ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നത്. ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തിൽ ഔപചാരികമായി കേന്ദ്രീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആണവ നയത്തിൽ സമീപ വർഷങ്ങളിലൊക്കെ ചില വ്യതിയാനങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഭീകരാക്രമണമോ രാസായുധങ്ങളോ ജൈവായുധങ്ങളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ ആണവ പ്രതികാരത്തിന് കാരണമാകുമെന്ന് മുതിർന്ന ഇന്ത്യൻ നേതാക്കളടക്കം ഇതിനു വേണ്ടിയിട്ട് സൂചന നൽകുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രതിരോധം തീർത്താൽ മാത്രം പോരാ പാകിസ്ഥാൻ. അതേസമയം കര, കടൽ, വായു എന്നിവിടങ്ങളിൽ നിന്ന് ആണവ ആക്രമണം നടത്തുവാനുള്ള കഴിവ് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു ആണവത്രയം എന്ന ലക്ഷ്യം കൈവരിക്കുവാനുള്ള ഇന്ത്യയുടെ ശ്രമം പ്രതികരണത്തിനും പ്രതിരോധത്തിനുമുള്ള സാധ്യതകൾ നൽകുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അഗ്നി 5 വരാനിരിക്കുന്ന അഗ്നി 6 പോലുള്ള ദീർഘദൂര മിസൈലുകൾ പാകിസ്ഥാന് വേണ്ടി രാജ്യം കരുതി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം പോലുള്ള അന്താരാഷ്ട്ര ആണവ നിർവ്യാപന സംരംഭങ്ങളിൽ ഇന്ത്യ സജീവമായി പങ്കെടുക്കുകയും ആണവ വിതരണക്കാരുടെ ഗ്രൂപ്പിൽ അംഗത്വം തേടുകയും ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ആണവ നിർവ്യാപന ഉടമ്പടിക്കും സമഗ്ര പരീക്ഷണ നിരോധന ഉടമ്പടിക്കും പുറത്താണ് ഇന്ത്യ എന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഗാസ യുദ്ധം തുടരുകയും യൂറോപ്പിൽ റഷ്യ യുക്രൈൻ സംഘർഷം അത് രൂക്ഷമാവുകയും ചെയ്യുന്ന ഒരു സമയത്ത് ദക്ഷിണേഷ്യയിൽ മറ്റൊരു സംഘർഷത്തിൻ്റെ ആവിർഭാവം വളരെയധികം ആശങ്കാജനകമാണ് എന്നത്. അന്താരാഷ്ട്ര സംവിധാനം ദുർബലമാവുകയും പ്രധാന ശക്തികൾ തിരക്കിലാവുകയും നയതന്ത്ര വിഭവങ്ങൾ ബുദ്ധിമുട്ടിലുമുള്ള സാഹചര്യത്തിൽ തെറ്റായ കണക്കുകൂട്ടലുകളുടെയും സംഘർഷങ്ങളുടെയും അപകട സാധ്യതകൾ കൂടുതൽ വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള ആണവായുധ രാജ്യങ്ങൾക്കിടയിൽ അവരുടെ ചരിത്രപരമായ അവിശ്വാസവും പരിഹരിക്കപ്പെടാത്ത തർക്കങ്ങളും സംഭവത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് എളുപ്പത്തിൽ തള്ളിവിടും എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. തീർച്ചയാണ് അത്തരത്തിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇന്ത്യയുടെ മിസൈൽ വിപ്ലവം എന്നത് സാങ്കേതിക വിദ്യയേക്കാൾ ധീരമായൊരു ദർശനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രുദ്രം 2, റോക്സ്, സ്കാൽപ്, ബ്രഹ്മോസ് എന്നിവ വെറും ആയുധങ്ങളല്ല, അവ ശക്തവും മികച്ചതുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതീകങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ അതിർത്തികൾ കടക്കാതെ തന്നെ ഇന്ത്യക്ക് ശക്തമായി ആക്രമണപാത തുറന്നു കൊടുക്കുന്നതിലൂടെ അവ യുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ. കാരണം ഈ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന തീരുമാനമായിരിക്കും എന്തായാലും ഉണ്ടാകാൻ പോകുന്നത് എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ ആയുധശേഖരം മിനുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ കൃത്യതാശക്തി അത് ദക്ഷിണേഷ്യയുടെ ഭാവിയെ മാറ്റുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ആണവായുധം വെച്ച് വിലപേശുവാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തിനെ വളരെ ശക്തമായിട്ടുള്ള നീക്കത്തിലൂടെ തുറന്നടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇന്ത്യയുടെ ആണവ മുൾമുന എന്ന് പറയപ്പെടുന്ന തടയാനുള്ള കരുത്ത് പാകിസ്ഥാനില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് എത്രയൊക്കെ പോർവിളികൾ നടത്തിയാലും വെല്ലുവിളികൾ നടത്തിയാലും പഹൽഗാമിനുള്ള തിരിച്ചടി വളരെ കൃത്യമായി മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാന് ലഭിക്കും എന്നുള്ള ഉറപ്പുണ്ട് പ്രധാനമന്ത്രിയുടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.